ഈ ശനിയാഴ്ച നടക്കാൻ പോയില്ലേന്ന് ചോദിച്ചവർക്ക് പിന്നെ നടക്കാൻ പോവാതെ പറ്റില്ലല്ലോ നമുക്ക്. ആരെയോ കണ്ടൂല്ലോ ഓടി വരണേ. ആരായിരുന്നു ഐവി? അവിടെ ഡോഗ് ഉണ്ടോ? ഒരാൾ പേടിച്ച് പിന്നാലെ നടപ്പായി. മണത്തൊക്കെ നടക്കാൻ മഴ പെയ്തുകൊണ്ട് പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിരിക്കുകയാണ് കേട്ടോ. ഐവിക്കാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം കുടിക്കണം. വീട്ടിൽ എത്ര വെള്ളം വെച്ചാലും അവൾ കുടിക്കത്തില്ല. ഇവിടെ പുറത്തു പോയാൽ അവൾക്ക് ഭയങ്കര വെള്ളം കൂടിയാ. വെള്ളം കിട്ടില്ല ഐവി, വെള്ളം കിട്ടില്ല. അതെ, നല്ല ഒഴുക്കുണ്ട്. ഓഹോ, നാട്ടിലെ പെരിയാർ ഒഴുകണ പോലെ തോന്നുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെരിയാരെ എന്ന പാട്ട് ഓർമ്മ വന്ന്. ഞാൻ പാടുന്നില്ല, പാടിയാൽ ഞാൻ കൊളാക്കും. അതുകൊണ്ടാട്ടോ പാടാത്ത. ഇന്ന് വെഗിളി പിടിച്ച് നടക്കണ്ട ഐവി. ഐവി ഇങ്ങോട്ട് വായോ. പുതിയ സ്ഥലമായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഐവി, എൻ്റെ ദൈവമേ, പുല്ല് കഴിച്ചുകൊണ്ട് നടക്കുക. ഇങ്ങോട്ട് വാ, കമിയർ. ആ കീവേഡ് പറയണമെന്ന്. കമ്മെന്നൊന്നും പറഞ്ഞാൽ വരില്ല ഞങ്ങള്. പോണ്ട് വലിയ ആളായിട്ട്. വേറെ വല്ല ഡോഗ്സിനെയും കണ്ട് അപ്പം തിരിച്ചു വരും കേട്ടാ. നമുക്കിവിടെ നിൽക്കാം, നമ്മൾ തിരിച്ചു വരാം. ഐവി വേഗം പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെന്താ വരാത്തേന്ന്? എല്ലാ ശനിയും ഞായറും മഴയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ 1.5 മണിക്കൂറോളം ഐവീനെ നടത്തിക്കും കേട്ടോ. കാരണം വീക്കെൻഡ്സ് ആണ് ഞങ്ങൾ ഫ്രീ. ബാക്കിയുള്ള ദിവസം ഒരു 3/4 മണിക്കൂറാണ് അവളെ ഞങ്ങൾക്ക് നടത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളുടെയൊക്കെ ബ്രേക്ക് ടൈമിലാണ് ഞങ്ങൾ അവളെ നടത്താൻ കൊണ്ടുപോകുന്നത്. വെള്ളം കുടിക്കാനുള്ള ഒരു വകുപ്പും കാണാനില്ല. ഇന്ന് ഐവി വെള്ളത്തിൽ പോട്ടാ. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട. നല്ല ഒഴുക്കായിട്ടാണ് കിടക്കണേ. എന്നാൽ കുറച്ച് വെള്ളം എനിക്ക് ഇനി എവിടെന്നെങ്കിലും കൊണ്ടുപോയി. ആ വീട്ടിൽ നിന്ന് വരുമ്പോൾ വെള്ളമൊക്കെ കുടിക്കണമായിരുന്നു. പിന്നെ നീ വഴിയിലൊരു മനുഷ്യനില്ലല്ലോ. നിനക്ക് പേടിയുണ്ടാ? ചെറുതായിട്ട് പേടിയുണ്ടെന്ന്. എനിക്കും പേടിയുണ്ട്. നമുക്ക് ഒരുമിച്ച് പേടിക്കണം. ഓടി വരണോ നിങ്ങൾ തരുന്നില്ലേന്ന്? ഞാൻ വന്നോണ്ടിരിക്കുക. എന്നെ ഓടിപ്പിക്കരുതെന്ന് എനിക്ക്. ഇങ്ങനത്തെ നടത്തങ്ങളുടെ ഇടയിൽ ഐവീനെ പറ്റിക്കാൻ നല്ല രസമാട്ടാ. ഐവി ആദ്യം വലിയ സ്പീഡിൽ മുമ്പിൽ പോയെങ്കിലും ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ ഓടി ഇങ്ങോട്ട് വരും. അവൾക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. അങ്ങനെ 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ടെൻഷനാണ്. പിന്നെ അവൾ ഞങ്ങളുടെ കൂടെ തന്നെ നടക്കും. അങ്ങനത്തെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട്. കണ്ട ഓടി വരണാട്ടാ. നിറയെ കാക്കകളിരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയധികം കാക്കകളെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല കേട്ടാ. നിറയെ കാക്കകളായിരുന്നു. ഐവി ഓടിച്ചിട്ട് എല്ലാവരെയും പറത്തിരുന്നെങ്കിൽ നല്ലൊരു വീഡിയോ കിട്ടിയാണ്. പക്ഷെ ഐവിക്ക് പേടിയായതുകൊണ്ട് ഐവി അങ്ങനത്തെ പൊട്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഐവിനെ ഞങ്ങൾ പറഞ്ഞ് കാണിച്ചു കൊടുത്തു, ദേ അവിടെ കുറെ കാക്കകൾ ഇരിക്കണമെന്ന്. എന്നാലും അവള് പോവില്ല. അത്രയ്ക്കും നല്ല കുട്ടിയാ. വീട്ടിലെങ്ങാനും ഒരു അണ്ണാനെങ്ങാനും വരണം, കുരച്ച് ബഹളം വെക്കണ ആളാ. ഇതേ അവൾക്കൊന്നും ചെയ്യണ്ട. കാരണം അത്ര അധികം ആൾക്കാരുണ്ട്. ആൾബലം അവിടെ കൂടുതലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചു. ഇടയ്ക്ക് എൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് ഒക്കെ ഒന്ന് പറയും, വാ പോവാൻ മതിയായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. നല്ലോണം അവളെ നടത്തിക്കും. അവളുടെ ആരോഗ്യത്തിന് അത് നല്ലതല്ലേ. അവളെന്താ പറയണേന്നറിയോ? ഈ വലിയ ഗാർഡ് ഡോഗ്സിനെ കൊണ്ടുവരുന്ന സ്ഥലത്താണ് എന്നെ നടത്താൻ കൊണ്ടുവന്നേക്കണേന്ന്. ഞങ്ങൾക്ക് ഇങ്ങനെ ചെളിയൊക്കെ ഉള്ള സ്ഥലത്ത് ഐവീനെ നടത്താൻ കൊണ്ടുവരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഐവീനെ കൊണ്ടുവരുന്നത്. എന്തായാലും അവളെ കുളിപ്പിക്കണം. അപ്പോൾ അവൾ എൻജോയ് ചെയ്തിട്ട് കുളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അവസാനം നടന്ന് അവളുടെ പാകത്തിന് വെള്ളം കുടിക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടി. എന്നാലും ഞാൻ ഇറങ്ങാത്ത കാരണം അവൾക്കും പോകാൻ ധൈര്യമില്ല. മടിച്ച് അവിടെയൊക്കെ മണത്ത് നോക്കി സ്ഥലം സുരക്ഷിതമാണെന്നൊക്കെ നോക്കിയിട്ട് ആൾ കുടിക്കുള്ളൂ കേട്ടോ വെള്ളം. അവസാനം എന്നെ വന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകും. കാരണം അവൾ മാത്രം മുങ്ങിയാൽ പോരല്ലോ, കൂടെ ഞാനും മുങ്ങണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കണത്. ഒരു നരകത്തിലേക്ക് ആയാലും പോകുമ്പോൾ ഒരു കൂട്ടുണ്ടെങ്കിൽ സുഖമല്ലേ. അതാണ് അവളുടെ ഉദ്ദേശം. അതുമാത്രമാണ് അവളുടെ ഉദ്ദേശം. അവസാനം കഷ്ടപ്പെട്ട് പേടിച്ച് അവൾ വെള്ളം കുടിച്ചു. എൻ്റെ പൊന്നെ, എത്ര നേരം എന്നറിയോ ഒരു വെള്ളത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കണു.
വെള്ളമാണെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് മുഴുവൻ കുടിക്കില്ല, കാരണം പേടിയാണ്. അത്രയും നേരം നിൽക്കുമ്പോൾ അവൾ ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്തോല്ലോ എന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കുടിക്കും, പിന്നെയും മാറിപ്പോവും, പിന്നെയും വരും, പിന്നെയും കുടിക്കും. അങ്ങനെയൊക്കെയാണ് ഇത്. ഞാൻ കാണിച്ചു കൊടുക്കണം അവിടെ ഈ വെള്ളമുണ്ട് ഇവിടെ വെള്ളമുണ്ടെന്ന്, അല്ലാതെ അവൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പോവൊന്നുമില്ല. ഫുൾ ചെളിയാട്ടാ കാലും. അത് കണ്ടോ, നോക്കിയേ എങ്ങനെ കുളിപ്പിച്ചെടുക്കാവോ ഇതിനൊക്കെ. അവൾ എന്തുദ്ദേശിച്ചാലും കൊള്ളാം, അവളും ഇത് എൻജോയ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ചെളിയിലാണെങ്കിലും കാല് നിറയെ ചെളിയാണെങ്കിലും അവളിങ്ങനെ വെല്ലസിൽ നടക്കുകയാണ്. അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോവാം, ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. നീ ആദ്യം പോയി കയറി നോക്ക്. നീ എന്നെ നോക്കണ പോലും ഇല്ല. നീ പോയി സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആദ്യം ഞാൻ പോട്ടാ. പൊടി ആദ്യം പോയി കണ്ടു. അവിടെ അപ്പോഴും അതുമ്പോ കയറുന്നില്ല. നീ അതുമ്പോ കയറി നോക്ക് വീഴോന്ന്. ഞാൻ തന്നെ ആദ്യം പോണം. തള്ളിയിടോള്. എന്നെ തള്ളിയിടാനുള്ള ദേഷ്യം അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും അവൾ അത് ചെയ്യില്ല എന്ന് എനിക്ക് അത്ര ഉറപ്പുണ്ട്. അവളല്ല ആദ്യം പോയിട്ട് ഉറപ്പ് വരുത്തണ്ടേ. അതിനോര് എന്നെ ആദ്യം വിടണോ? എന്നിട്ട് ഒരു കാര്യം നിക്കട്ടാ. ഈ നടപ്പ് ഐവി എൻജോയ് ചെയ്യുമെങ്കിലും ഇതേപോലെ വേറെ ഡോഗ്സ് അവളുടെ അടുത്ത് വന്നൊരു ഹായ് പറയും. പക്ഷെ ആ ഹായ് അവൾക്ക് വലിയൊരു ത്രെറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോവും. ഇതെന്തോ ഓടിയിട്ടില്ല, എന്നാലും ആ ഡോഗിൻ്റെ അടുത്ത് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. പിന്നെ അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കഴിഞ്ഞ ഫ്ലഡിലാണോ എന്നറിയില്ല, പുഴ കൊണ്ടൊന്ന് തള്ളിയ കുറച്ച് മരങ്ങളും ചില്ലകളും ഒക്കെ കൂഞ്ഞു കൂടി കിടക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ എനിക്കും ഐവിക്കും കയറണം. അല്ലെങ്കിലും ഐവിക്കും എനിക്കും എക്സ്പ്ലോറേഷൻ ഇത്തിരി കൂടുതലാണ്. ഐവിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പേടിയാണെങ്കിലും ഞാനുണ്ടെങ്കിൽ അവൾക്ക് ഒരു എക്സ്ട്രാ ധൈര്യമാട്ടാ. എൻ്റെ കൂടെ എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് അവളുണ്ടാവും. പക്ഷെ എന്തെങ്കിലും അപകടം മണത്താൽ അവൾ ആദ്യം ഓടിപ്പോവും. അവിടെ ഒരു ഡക്ക് ഉണ്ട് കേട്ടോ, മിക്കവാറും വെള്ളം കുടിക്കാണ്ട് വരും. ധൈര്യവതി കുടിക്കുന്നുണ്ട്. എല്ലാ വെള്ളത്തിന്റെ അങ്ങോട്ടും പോകും. എന്നിട്ടൊന്നും എല്ലാ വെള്ളവും ടേസ്റ്റ് കുടിക്കാൻ ധൈര്യമില്ല, കാരണം അവിടെ രണ്ട് ഡക്സ് ഇരിപ്പുണ്ട്. ടേസ്റ്റ് ടെസ്റ്റിംഗ് കുടിക്കാനല്ല. എല്ലാ വൃത്തിയായിട്ടല്ല, ഇത് പുഴ ഒഴുകണ പുഴ, അത് കാരണം കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പോയി കുടിച്ചോ, പോയിക്കോ. ഞാൻ പറയണം പോയി കുടിക്കാൻ. പോയി കുടിച്ചോ, പൊക്കോ. നടക്കാണ്ട് പുല്ലൊക്കെ മണത്ത് ഇവിടെ തന്നെ കറങ്ങി നടക്കണതിൻ്റെ കാരണം എന്താണെന്നറിയോ? ദേ ഇവൻ തന്നെ. ആ ഡോഗ് അവിടെ ദൂരെ എവിടെയോ ഇവളെ മൈൻഡ് ചെയ്യാണ്ട് അവിടെയാണ്. എന്നാലും പോകാനുള്ള ധൈര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നടക്കുന്നു. ഐവി വലിയ ആളായിട്ട് പോകണ്ടിട്ടാ. ഭയങ്കര ധൈര്യമാണല്ലോ, മുമ്പിലൊരു ഇത് ഡോഗ് ഉണ്ടായിട്ടും. ഇടയ്ക്ക് അവിടെ പുഴയൊക്കെ ഒന്ന് നോക്കിയിരുന്നു. കണ്ടോ പുഴ ഒഴുകണേക്ക്. ഫ്രണ്ടിൽ ഡോഗിൻ്റെ സ്പീഡിനനുസരിച്ച് ഇവളുടെ സ്പീഡ് കുറയുകയും കൂടുകയും ചെയ്യൂട്ടാ. ആ ഡോഗ് പൊക്കോട്ടേന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ പോവും. അതുവരെ ഞാൻ അവിടെ മണത്തൊക്കെ നിന്നോളാന്ന്. അവൾ പോയി, ആ ഡോഗ് പോയി. ഐവി ആ ഡോഗ് പോയിന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ സ്പീഡ് കൂടിയത് കണ്ട. ദേ പിന്നെയും വെള്ളം കുടിക്കാനുള്ള പോക്കാ. ഇവൾക്ക് ശരിക്കും ദാഹിച്ചിട്ടാണോ അതോ വെറുതെ ടേസ്റ്റിന് കുടിക്കണമെന്നൊന്നും അറിയില്ല. സെയിം പുഴയിലെ വെള്ളം ആരെങ്കിലും ഇതിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. വേണ്ടി വരും. വെള്ളം കുടിച്ച് നടന്ന് വൃത്തിയപ്പോഴേക്കും ദേ വരുന്നു. പ്രതീക്ഷിക്കാത്തൊരു അറ്റാക്ക് ആയി പോട്ടെ ഇത്. എല്ലാ ഡോഗ്സും ഇവളുടെ അടുത്തൊരു ഹായ് പറയാൻ വന്നതാ. ഐവി ആണെങ്കിൽ ആകെ പേടിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇതെന്തിനാ വഴി കൂടെ പോണതും വരുന്നതും എൻ്റെ അടുത്ത് ഹായ് പറയണേന്നാ. ഇവർക്കൊക്കെ തരത്തി പോയി കളിച്ചൂടെ? എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ നടക്കാൻ വന്നത്, അല്ലാണ്ട് എനിക്ക് കളിക്കണം എന്ന് ഒരു വിചാരം പോലും ഇല്ല. പോണ്ട വെള്ളം കുടിക്കാൻ. ഇച്ചിരി ഹൈറ്റ് കൂടുതലാന്ന് ഞാൻ ഇല്ലാന്ന്. പോണ്ട, പൊക്കോ. കണ്ട പോണില്ല. മതിയായ വെള്ളം കുടിച്ചത്. പച്ചവെള്ളം തന്നെയല്ലേന്ന്, വേറെ വല്ല ഇതല്ലല്ലോന്ന്. ദേ വീണ്ടും വെള്ളം. എന്നാൽ ഞാൻ പോയി ഒന്ന് കുടിച്ചിട്ട് വരാമെന്ന്. അവൾക്ക് കാലെത്തുന്ന എല്ലാ സ്ഥലത്തും ഒന്ന് പോയി കുമ്പിട്ടിട്ട് വരും. പച്ചവെള്ളം കുടിക്കാനല്ലേന്ന്, മതിയായി എനിക്ക്. വേറെ നല്ലതും വല്ലതും കാണിക്കോ? ഇത് ഇത്രയധികം കാക്കകളെ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കിയേ എന്തോരെണ്ണ ഇരിക്കണേ. ഇവർക്കൊന്ന് വീട്ടിൽ പോക്കൂടെ? അതിൽ കണ്ടിട്ട് ഞാൻ നോക്കിയേ അവിടെ കാക്ക. നോക്കിയേ കാക്ക. അതേ അവിടെ കാക്ക. അവിടെ കാക്ക. ചെല്ല്. എവിടെയെന്ന്? അവിടെ കാക്ക. കഴിച്ചിട്ട് വേഗം പോയി ആ കാക്കകളെ ഓടിപ്പിച്ച് ചെല്ല്. ഇത്രയധികം വെള്ളം അവള് കുടിച്ചിട്ടും ആ വഴിയിലുള്ള ആ ചെളിവെള്ളം കുടിക്കാണ്ട് അവൾക്കൊരു സമാധാനം ഇല്ല. നടപ്പ് അവസാനിപ്പിക്കാറായപ്പോ ആ വെള്ളം കൂടി കുടിച്ചിട്ട് ഞാൻ കറി കയറിക്കോളാം.